ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 2024 ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും നമ്മുടെ ചാനലിൽ കയറി ആ ക്ലാസ്സുകൾ കൂടി കണ്ട് ഇതോടൊപ്പം പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ക്ലാസ്സുകൾ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം: ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശീയ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്രം കേരള പുരസ്കാരം ലഭിച്ചത് മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം, മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട് അതും എറണാകുളം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്, അതുപോലെ മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം, കോർപ്പറേഷൻ തിരുവനന്തപുരം. എന്താ ചോദ്യം? ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശീയ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്രം കേരള പുരസ്കാരം ലഭിച്ചത് മികച്ച ജില്ലാ പഞ്ചായത്ത് എറണാകുളം, മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട് എറണാകുളം, ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര കോഴിക്കോട്, മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം, അതുപോലെ കോർപ്പറേഷൻ തിരുവനന്തപുരം. അടുത്ത ചോദ്യം: സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കറൻസി നോട്ട് പുറത്തിറക്കിയതിന്റെ എത്രാം വാർഷികമാണ് 2024 ആചരിച്ചത്? 75-ാം വാർഷികം. അതായത് ആദ്യ നോട്ട് പുറത്തിറങ്ങിയത് 1949 ഓഗസ്റ്റ് 12-ാം തീയതിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കറൻസി നോട്ട് പുറത്തിറങ്ങിയതിന്റെ 75-ാം വാർഷികമാണ് 2024 ആചരിച്ചത്. ആദ്യ നോട്ട് പുറത്തിറങ്ങിയത് 1949 ഓഗസ്റ്റ് 12-ാം തീയതിയാണ്. അടുത്ത ചോദ്യം: വക്ലാവ് ഹാവൽ സെന്ററിന്റെ ഡിസ്റ്റർബിംഗ് പീസ് അവാർഡിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരിയാണ് അരുന്ധതി റോയി. അരുന്ധതി റോയി. വക്ലാവ് ഹാവൽ സെന്റർ എന്ന് പറയുന്നത് ഒരു അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതിന്റെ ഡിസ്റ്റർബിംഗ് പീസ് അവാർഡിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരിയാണ് അരുന്ധതി റോയി. അടുത്ത ചോദ്യം: 2022 മികച്ച സിനിമയ്ക്കും തിരക്കഥയ്ക്കും എഡിറ്റിങ്ങിനുമുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള സിനിമയാണ് ആട്ടം. 2022 മികച്ച സിനിമയ്ക്കും തിരക്കഥയ്ക്കും എഡിറ്റിങ്ങിനുമുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള സിനിമയാണ് ആട്ടം. അടുത്തത്: 2022 മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ മലയാള ചിത്രം ആട്ടത്തിന്റെ സംവിധായകനാണ് ആനന്ദ് ഏകർഷി. ആനന്ദ് ഏകർഷിയാണ് ആട്ടത്തിന്റെ സംവിധായകൻ. അടുത്തത്: 2022 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ അഭിനേതാവ്. മികച്ച നടൻ ആരാണ്? ദേശീയ പുരസ്കാരത്തില് ഋഷഭ് ഷെട്ടിയാണ്. ആരാണ്? ഋഷഭ് ഷെട്ടിയാണ്. 2022 മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയ അഭിനേത്രികളാണ് നിത്യ മേനോനും അതുപോലെ മാനസി പരേഖും. നിത്യ മേനോനും മാനസി പരേഖുമാണ് മികച്ച നടിമാർ. ഏതില്? ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളില്. 2022 മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയത് സൂരജ് ആർ ബർജാത്തിയാണ്. സൂരജ് ആർ ബർജാത്യ. ചിത്രം ഊഞ്ചായി. ഊഞ്ചായി എന്ന ചിത്രത്തിന് സൂരജ് ആർ ബർജാത്തിയാണ് 2022 മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം നേടിയത്. അടുത്തത്: 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളില് മലയാളത്തിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളക്കയാണ്. സൗദി വെള്ളക്കയാണ് 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം: ഓഗസ്റ്റ് 16 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ISROയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS 08. EOS 08 എന്ന് പറയുന്ന ഉപഗ്രഹമാണ് ഓഗസ്റ്റ് 16 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ISROയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS 08. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് ആണ് 6.5%. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ കൂടി നമുക്ക് നോക്കാം. നിലവില് റിസർവ് ബാങ്കിന്റെ ബാങ്ക് റേറ്റ് 6.75%. അത് തന്നെ ആയിരിക്കും MSF റേറ്റ് എന്ന് പറയുന്നത്. അതായത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. MSF റേറ്റും 6.75%. അപ്പോൾ ബാങ്ക് റേറ്റ്, MSF റേറ്റ് 6.75. ഇനി റിപ്പോ റേറ്റ് 6.5%. 6.5% റിപ്പോ റേറ്റ്. ഈ റിപ്പോ റേറ്റിന്റെ നേരെ പകുതി ആയിരിക്കും എപ്പോഴും റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. അതായത് 6.5യുടെ പകുതി ഏകദേശം 3.35% റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ റിപ്പോ റേറ്റ് 6.5%, റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%. ബാങ്ക് റേറ്റ് 6.75%. അതോടൊപ്പം MSF റേറ്റും 6.75%. അടുത്തത് CRR റേറ്റ്. അത് 4.5%. CRR റേറ്റ് 4.5%. അതുപോലെ SLR റേറ്റ്
18%. ഒന്നുകൂടെ പറയാം, റിസർവ് ബാങ്കിന്റെ നിലവിലെ ബാങ്ക് റേറ്റ് 6.75, അതുപോലെ MSF റേറ്റും 6.75, റിപ്പോ റേറ്റ് 6.5%, അപ്പോൾ റിവേഴ്സ് റിപ്പോ നേരെ പകുതി 3.35%, അതുപോലെ CRR റേറ്റ് 4.5%, SLR റേറ്റ് 18%. അടുത്ത ചോദ്യം, പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ PAC അധ്യക്ഷനായി നിയമിതനായ മലയാളിയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാലാണ് നിലവില് പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ 9 പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ് ആടുജീവിതം. ആടുജീവിതത്തിന് 9 പുരസ്കാരങ്ങൾ കിട്ടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ. അടുത്ത ചോദ്യം, 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളില് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്ലസ്സിയാണ്. മികച്ച സംവിധായകൻ ആരാണ് സംസ്ഥാന അവാർഡ് കിട്ടിയത്? ബ്ലസ്സിക്കാണ് അല്ലെ. 2023 സംസ്ഥാന പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജിനെയാണ്. മികച്ച നടൻ ആരാണ്? പൃഥ്വിരാജാണ്. മികച്ച സംവിധായകൻ ആരാണ്? ബ്ലസ്സിയാണ്. മികച്ച ചിത്രം ഏതാണ്? അതായത് 9 പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ് ആടുജീവിതം. മികച്ച ചിത്രം വേറെയാണ്. അടുത്ത ചോദ്യം, 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. അതുപോലെ ദേശീയ പുരസ്കാരങ്ങളിലും 2 നായികമാരുണ്ടായിരുന്നു. ഇവിടെ സംസ്ഥാന പുരസ്കാരങ്ങളിലും 2 നടിമാർക്കാണ് കിട്ടിയത്. സംസ്ഥാന പുരസ്കാരങ്ങൾ കിട്ടിയ നടിമാർ ആരൊക്കെയാണ്? ഉർവശിയും അതുപോലെ ബീന ആർ ചന്ദ്രനുമാണ്. സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ നടിമാരാണ് ഉർവശി, ബീന ആർ ചന്ദ്രനുമാണ്. അടുത്തത്, കലാമേന്മയും ജനപ്രീതിയുമുള്ള ചിത്രത്തിനുള്ള 2023 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സിനിമയാണ് ആടുജീവിതം. കലാമേന്മയും ജനപ്രീതിയുമുള്ള ചിത്രത്തിനുള്ള 2023 സംസ്ഥാന പുരസ്കാരം നേടിയ സിനിമയാണ് ആടുജീവിതം. അടുത്തത്, ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള 2023 സംസ്ഥാന പുരസ്കാരം നേടിയ സിനിമയാണ് കാതൽ ദ കോർ. എന്താണ്? കാതൽ ദ കോർ ആണ് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള 2023 സംസ്ഥാന പുരസ്കാരം നേടിയ സിനിമ. അടുത്തത്, 2022 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയ ഗായികയാണ് ബോംബെ ജയശ്രീ. ബോംബെ ജയശ്രീയാണ് ദേശീയ പുരസ്കാരം നേടിയ മികച്ച ഗായിക ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ. അടുത്തത്, 2024 ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത്? 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് 2024 ആചരിച്ചത്. അടുത്തത്, കോടതിയിൽ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും BR അംബേദ്കറുടെ ചിത്രം പ്രദർശിപ്പിക്കണമെന്ന പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് കർണാടക. കോടതിയിൽ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും BR അംബേദ്കറുടെ ചിത്രം പ്രദർശിപ്പിക്കണമെന്ന പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് കർണാടക. അടുത്തത്, MPമാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ പദ്ധതിയാണ് ഈ സാക്ഷി പദ്ധതി. ഈ സാക്ഷി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? MPമാരുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണെന്ത്? ഈ സാക്ഷി പദ്ധതി. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ പ്രകാശനം ചെയ്യപ്പെട്ട മൂങ്ങ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവാണ് PM മാത്യൂസ്. ഇത് ചോദിക്കാൻ കൊള്ളാം, ബുള്ളറ്റിനിലൊക്കെ ഉണ്ട് അല്ലെ. 2024 പ്രകാശനം ചെയ്യപ്പെട്ട മൂങ്ങ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവാണ് PM മാത്യൂസ്. ആരാണ്? PM മാത്യൂസ്. മാത്യൂസിന്റെ ആ മായും മൂങ്ങയുടെ മായും വെച്ച് കണക്ട് ചെയ്യുക അല്ലെ. മൂങ്ങ എന്ന കവിതാ സമാഹാരം ആരുടെയാണ്? PM മാത്യൂസിന്റെയാണ് മൂങ്ങ എന്ന കവിതാ സമാഹാരം. അടുത്തത്, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, സർഗാത്മക പ്രായോഗിക ശേഷി എന്നിവ വളർത്താൻ ആരംഭിച്ച പദ്ധതിയാണ് അനന്യം പദ്ധതി. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും. അനന്യം പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരമായ അഭിരുചി, അവരുടെ സർഗാത്മക പ്രായോഗിക ശേഷി എന്നിവ വളർത്താൻ ആരംഭിച്ച പദ്ധതിയാണ് അനന്യം പദ്ധതി. അടുത്തത്, അംബികാസുധൻ മാങ്ങാടിന്റെ ഏറ്റവും പുതിയ നോവലാണ് അല്ലോഹലൻ. അല്ലോഹലൻ എന്നത് ആരുടെ പുതിയ നോവലാണ്, അല്ലെങ്കിൽ ആരുടെ നോവലാണ്? അംബികാസുധൻ മാങ്ങാടിന്റെ നോവലാണ് അല്ലോഹലൻ. അടുത്തത്, വനിതകൾ, കരകൗശല വിദഗ്ധർ എന്നിവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച സംരംഭമാണ് ഔസാർ പദ്ധതി. ഔസാർ എന്ന സംരംഭം, AVSAR, ഔസാർ. വനിതകൾ, കരകൗശല വിദഗ്ധർ എന്നിവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച സംരംഭമാണ് ഔസാർ പദ്ധതി, AVSAR. ഞാൻ ഈ സ്പെല്ലിംഗ് കൂടെ എടുത്തു പറയുന്നത് ഇനി സ്ക്രീൻ നോക്കാതെ കേട്ട് പഠിക്കുന്നവർക്കും കൂടി വേണ്ടിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് P. ഹരീഷ് ആണ്. P. ഹരീഷ്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? P. ഹരീഷ് ആണ്. അടുത്തത്, കൃഷി വകുപ്പിന്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചത് TV രാധാകൃഷ്ണനാണ്. TV രാധാകൃഷ്ണനാണ് കൃഷി വകുപ്പിന്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചത്. അടുത്തത്,
ഭരണഘടനാ ലംഘനത്തെ തുടർന്ന് അടുത്തിടെ പ്രധാനമന്ത്രി പദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് തായ്ലൻഡിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രേത്ത തവിസിൻ തായ്ലൻഡ് പ്രധാനമന്ത്രിയായിരുന്നു. ഭരണഘടനാ ലംഘനത്തെ തുടർന്ന് അടുത്തിടെ പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് അവരെ പുറത്താക്കപ്പെട്ടു. ആരാണ്? ശ്രേത്ത തവിസിൻ. ഏത് രാജ്യത്തെയാണ്? തായ്ലൻഡിലെയാണ്. 2023 കാർഷിക പുരസ്കാരങ്ങളിൽ മികച്ച തദ്ദേശ സ്ഥാപനത്തിന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ സി അച്യുതമേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനാണ്. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് 2023 കാർഷിക പുരസ്കാരങ്ങളിൽ മികച്ച തദ്ദേശ സ്ഥാപനത്തിന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ സി അച്യുതമേനോൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനാണ്. അടുത്തത് 2024 ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ 18 റംസാർ സൈറ്റുകൾ. എത്രയുണ്ട്? 18 റംസാർ സൈറ്റുകൾ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയി നിയമിതനായത് ഗോവിന്ദ് മോഹനാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ. അടുത്തത് 2024 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നിലവിൽ വന്ന ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 3 അതുപോലെ ആകെ റംസാർ സൈറ്റുകൾ മൊത്തം ഇപ്പോൾ എത്രയായി? 85 ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ എത്രയാണ്? 18 റംസാർ സൈറ്റുകളുണ്ട്. മൊത്തം 85 സൈറ്റുകളുണ്ട് ഇന്ത്യയിൽ. ഇതിൽ 2024 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് 3 കൂടി വന്നു. അങ്ങനെയാണ് ടോട്ടല് 85 റംസാർ സൈറ്റുകൾ വന്നത്. ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിൽ 18 അടുത്തത് ഓഗസ്റ്റിൽ കണ്ടെത്തിയ പുതിയ ഇനം സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതെല്ലാം? പുതിയ ഇനം സുഗന്ധവ്യഞ്ജനങ്ങളാണ് നമ്മുടെ കേരളത്തിന്റെ IISR കേരളശ്രീ. ഇതൊരു ജാതി ഇനമാണ്. IISR കാവേരിയും IISR മനുശ്രീയും ഇത് ഏലമാണ്. ഇനി RF 290 എന്ന് പറയുന്നത് ഒരു പെരുംജീരകമാണ്. അതുപോലെ ഗുജറാത്ത് അജ്വൈൻ 3 അത് ഐമോദകമാണ്. ഗുജറാത്തിലെ നമ്മുടെ നരേന്ദ്രമോദി. അപ്പോൾ ഐമോദകം. അപ്പം ഗുജറാത്ത് അജ്വൈൻ 3 എന്ന് പറയുന്നത് ഐമോദകമാണ്. അടുത്തത് IISR അമൃത് ഒരു മാങ്ങാ ഇഞ്ചിയാണ്. അമൃതിന് ഒരു ഇഞ്ചിയുടെ മധുരമാണെന്ന് ഓർത്താൽ മതി. IISR അമൃത് മാങ്ങാ ഇഞ്ചിയാണ്. ഇനി ഒന്നുകൂടെ പറയാം. IISR കേരളശ്രീ ഒരു ജാതി ഇനമാണ്. IISR കാവേരിയും IISR മനുശ്രീയും ഏലമാണ്. RF 290 പെരുംജീരകമാണ്. RF 290. ഇനി ഗുജറാത്ത് അജ്വൈൻ 3 എന്ന് പറയുന്നത് ഐമോദകമാണ്. അതുപോലെ IISR അമൃത് അത് മാങ്ങാ ഇഞ്ചിയാണ്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71. പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ സ്ഥാനം 71. മൊത്തം നമുക്ക് 6 മെഡലുകളാണ് കിട്ടിയത്. 1 വെള്ളിയും 5 വെങ്കലവുമാണ് കിട്ടിയത്. 1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 6 മെഡലുകൾ. ഇന്ത്യയുടെ സ്ഥാനം 71. അടുത്തത്, പഠനത്തിൽ മിടുക്കരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയാമൃതം പദ്ധതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഏത്? വിജയാമൃതം പദ്ധതി. ആരാണ് നടപ്പിലാക്കുന്നത്? സാമൂഹിക നീതി വകുപ്പാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കണം. സാമൂഹിക നീതി വകുപ്പ്. താഴെ തന്നിട്ടുള്ളവയില് സാമൂഹിക നീതി വകുപ്പുമായി ബന്ധപ്പെടാത്ത പദ്ധതി ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടി ചേർത്ത് വേണം പഠിക്കാൻ. പഠനത്തിൽ മിടുക്കരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? വിജയാമൃതം പദ്ധതി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ബാസ്കറ്റ് ബോളിൽ പുരുഷ വനിതാ കിരീടം നേടിയ രാജ്യമാണ് അമേരിക്ക. ബാസ്കറ്റ് ബോളിൽ പുരുഷ വനിതാ കിരീടം സ്വന്തമാക്കിയ രാജ്യമാണ് ഏത്? അമേരിക്ക. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് അമേരിക്ക. അമേരിക്കയാണ് ഒന്നാമതെത്തിയത്. അമേരിക്ക മൊത്തം 126 മെഡലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൈനയാണ് രണ്ടാം സ്ഥാനം ചൈനയാണ്. 1-ാം സ്ഥാനം അമേരിക്ക, 2-ാം സ്ഥാനം ചൈന. ഇന്ത്യയുടെ സ്ഥാനം 71. ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ 6 1 വെള്ളിയും 5 വെങ്കലവുമാണ്. അടുത്ത ചോദ്യം, 2025 HIV അണുബാധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏത് രോഗമാണ്? HIV അഥവാ എയ്ഡ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നായി പൂജ്യത്തിലേക്ക്. 2024 പാരീസ് ഒളിമ്പിക്സോടെ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച് ബ്രേക്കിങ്ങിൽ ആദ്യ സ്വർണം നേടിയ രാജ്യമാണ് ജപ്പാന്റെ ബി ഗേൾ ആമി എന്ന് പറയുന്ന ഒരു ആളാണെന്ത് ഈ ഒരു പുരസ്കാരം നേടിക്കൊടുത്തത്. ബി ഗേൾ ആമി. എന്താ ചോദ്യം? 2024 പാരീസ് ഒളിമ്പിക്സോടെ ആദ്യമായി അരങ്ങേറ്റം കുറിച്ച് ബ്രേക്കിങ്ങിൽ ആദ്യ സ്വർണം നേടിയ രാജ്യമാണ് ജപ്പാൻ. ആരാണ് സ്വർണം നേടിക്കൊടുത്തത്? ബി ഗേൾ ആമി. ബ്രേക്കിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്,
60% കൂടുതൽ ഭിന്നശേഷിയുള്ള അമ്മമാർക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. മാതൃജ്യോതി പദ്ധതി നമുക്കെല്ലാം പരിചയമുണ്ട് അല്ലെ? മാതൃജ്യോതി പദ്ധതി ഭിന്നശേഷി അമ്മമാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്, ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഒപ്പം നടപ്പിലാക്കുന്ന ആരാണ്? സാമൂഹ്യ നീതി വകുപ്പാണ്. അടുത്ത ചോദ്യം, ചൊവ്വാഗ്രഹത്തിൽ സമുദ്രങ്ങൾ രൂപപ്പെടുവാൻ കാരണമായ ഭൂഗർഭ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് നാസയാണ്. നാസ ചൊവ്വാഗ്രഹത്തിൽ സമുദ്രങ്ങൾ രൂപപ്പെടുവാൻ കാരണമായ ഭൂഗർഭ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് നാസയാണ്. നാസയ്ക്ക് വേണ്ടി കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക സംഘമാണ് കണ്ടെത്തിയത്. അടുത്തത്, 2024 പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യക്ക് വേണ്ടി ഗുസ്തിയിൽ വെങ്കലം നേടിയ അമൻ സെഹ്റാവത്ത്. ഗുസ്തിയിൽ നമുക്ക് വെങ്കലം ലഭിച്ചു. ഇന്ത്യക്ക് മൊത്തം എത്ര വെങ്കലം ലഭിച്ചു? 5 വെങ്കലം ലഭിച്ചു. അതിൽ ഗുസ്തിയിൽ ഒരു വെങ്കലം ലഭിച്ചു. അതാരാണ്? അമൻ സെഹ്റാവത്താണ് നേടിയത്. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണെന്നാണ് ചോദ്യം. ഹരിയാനയാണ്. അമൻ സെഹ്റാവത്ത് ഹരിയാന സ്വദേശിയാണ്. ഗുസ്തിയിൽ വെങ്കലം നേടി. അടുത്തത്, കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. എന്താ പ്രത്യേകത? കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് ഇത്? കുട്ടനാട്. അടുത്തത്, വളർത്തു മൃഗങ്ങൾക്കുള്ള അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന പദ്ധതിയാണ് ഇത്? മൊബൈൽ വെറ്റിനറി യൂണിറ്റ്. പലർക്കും ഇത് പരിചയം ഉണ്ടാവില്ല. മൊബൈൽ വെറ്റിനറി യൂണിറ്റ്. ടോൾ ഫ്രീ നമ്പർ 1962 1962 ടോൾ ഫ്രീ നമ്പർ. എന്തിന്റെ? മൊബൈൽ വെറ്റിനറി യൂണിറ്റ്. എന്തുവാ? വളർത്തു മൃഗങ്ങൾക്കുള്ള അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത്? മൊബൈൽ വെറ്റിനറി യൂണിറ്റ്. 1962 അതിന്റെ ടോൾ ഫ്രീ നമ്പർ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഇത്? ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല. അടുത്തത്, കേന്ദ്ര ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച പ്രഥമ അഖിലേന്ത്യാ ജലസമ്മേളനത്തിന്റെ പ്രമേയമാണ് വാട്ടർ വിഷൻ അറ്റ് 2047. അതിന്റെ വേദി ഭോപ്പാലാണ്. വേദി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത്? ഭോപ്പാലാണ്. എന്താണ്? കേന്ദ്ര ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച പ്രഥമ അഖിലേന്ത്യാ ജലസമ്മേളനത്തിന്റെ പ്രമേയമാണെന്ത്? വാട്ടർ വിഷൻ അറ്റ് 2047. അതിന്റെ വേദി ഭോപ്പാലാണ്. അടുത്തത്, മനുഷ്യന്റെ ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് ബ്രിട്ടൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യന്റെ ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിലെ തന്നെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ഇത്? ബ്രിട്ടൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെയിലാണ്. രാജ്യത്തെ ആദ്യ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെയിലാണ്. അടുത്തത്, മിസ് യൂണിവേഴ്സ് കേരള 2024. മിസ് യൂണിവേഴ്സ് അല്ല, മിസ് യൂണിവേഴ്സ് കേരള 2024 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അക്സ വർഗീസ് ആണ്. അക്സ വർഗീസ്. ഇവര് ആലപ്പുഴ സ്വദേശിനിയായിട്ടുള്ള അക്സ വർഗീസ് ആണ് മിസ് യൂണിവേഴ്സ് കേരള 2024 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത്, കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഒരു ഏകജാലക സംവിധാനം എന്ന രീതിയിൽ ഏകോപിപ്പിക്കാൻ നിലവിൽ വന്ന ആപ്ലിക്കേഷനാണ് കതിർ ആപ്ലിക്കേഷൻ. എന്താണ് കതിർ? KATHIR. കതിർ. എന്താണ്? കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഒരു ഏകജാലക സംവിധാനം എന്ന രീതിയിൽ ഏകോപിപ്പിക്കുവാൻ നിലവിൽ വന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്? കതിർ. എന്താണ് കതിർ എന്ന് പറഞ്ഞാൽ? കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി. അതാണ് കതിർ. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓൺ ഇന്റർനാഷണൽ കൺസേൺ ആയി പ്രഖ്യാപിച്ചത് മങ്കി പോക്സിനെയാണ്. ഇതിനെയാണ്? മങ്കി പോക്സിനെയാണ്. ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റിൽ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓൺ ഇന്റർനാഷണൽ കൺസേൺ ആയി പ്രഖ്യാപിച്ചത് മങ്കി പോക്സിനെയാണ്. മങ്കി പോക്സ്. അടുത്തത്, 2024 പാരീസ് ഒളിമ്പിക്സിൽ അഭയാർത്ഥി ടീമിൽ നിന്നും ആദ്യമായി മെഡൽ നേടിയത് സിൻഡി എൻഗബ എന്ന് പറയുന്ന ആളാണ് അഭയാർത്ഥി ടീമിൽ നിന്നും ആദ്യമായി മെഡൽ നേടിയത്. ഇവർക്ക് വെങ്കല മെഡലാണ് ലഭിച്ചത്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ആണ്. എന്താണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറിന്റെ പ്രത്യേകത? കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് അല്ലെ? ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. ജനരോഷം കൂടിയതിനെ തുടർന്ന് അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് ജപ്പാന്റെ ഹുമിയോ കിഷിദോ ആണ് എന്ത് പറഞ്ഞത്?
അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത്. അടുത്തത് ലോക കൊതുക് ദിനം ഓഗസ്റ്റ് 20. ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനമായി ആചരിക്കുന്നു. 2024 ശ്രീനാരായണ ഗുരുവിന്റെ എത്രാം ജന്മവാർഷികമാണ് ആഘോഷിച്ചത്? 170. ജന്മവാർഷികം. ഗുരുവിന്റെ 170 ജന്മവാർഷികമാണ് 2024 ആഘോഷിച്ചത്. അടുത്തത് രുദ്രാക്ഷ് പാട്ടീൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രുദ്രാക്ഷ് പാട്ടീൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ആളാണ് ആര്? രുദ്രാക്ഷ് പാട്ടീൽ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗവേഷകർ കേരള തീരത്ത് കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ സ്രാവ്. ആണ് ഇത് സ്ക്വാലസ് ഹിമ. എന്താ പേര്? സ്ക്വാലസ് ഹിമ എന്ന പേര്. അതെന്താണ്? ഒരു സ്രാവാണ്. അടുത്ത ചോദ്യം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഹരിത സാവിത്രിയാണ്. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഹരിത സാവിത്രി. അവരുടെ നോവലാണ് ഇത് സീൻ. ഹരിത സാവിത്രിയുടെ നോവൽ എന്താണ്? സീൻ എന്ന നോവലിന് ഹരിത സാവിത്രിക്കാണ് എന്ത് അവാർഡ് ലഭിച്ചത്? 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യ രാഷ്ട്രീയ ആദർശ വേദ വിദ്യാലയം നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ്. ലോകത്തിലെ ആദ്യ രാഷ്ട്രീയ ആദർശ വേദ വിദ്യാലയം നിലവിൽ വരുന്നത് ഉജ്ജയിനിയിലാണ്. അടുത്ത ചോദ്യം ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ. വളരെ ഇമ്പോർട്ടന്റ് റെയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായത് പാർവതിയാണ്. എന്താ ചോദ്യം? ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? പാർവതി. സദ്ഭാവനാ ദിനം, അതായത് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനം. അതുപോലെ തന്നെ സദ്ഭാവനാ ദിനം, രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നു. അതും ഓഗസ്റ്റ് 20 അടുത്തത് ലോക ഫോട്ടോഗ്രഫി ദിനം ഓഗസ്റ്റ് 19. ലോക ഫോട്ടോഗ്രഫി ദിനം എന്നാണ് ഓഗസ്റ്റ് 19. അടുത്തത് തായ്ലൻഡിലെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരാണ്? പേത്തോങ് താൻ ശിനവന്ദ്ര. തായ്ലൻഡിലെ പുതിയ പ്രധാനമന്ത്രിയാണ് അല്ലെ. മൊത്തം ഒരു തായുടെ മയമുണ്ട് അല്ലെ. തായ്ലൻഡ് പേത്തോങ് താൻ ശിനവന്ദ്ര അല്ലെ. തായ്ലൻഡിലെ പുതിയ പ്രധാനമന്ത്രി പേത്തോങ് താൻ ശിനവന്ദ്ര. പഠിക്കാൻ എളുപ്പമുണ്ട്. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? റാങ്പോ. ഇതാണ് റാങ്പോ, സാങ്പോ അല്ല, റാങ്പോ. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത് റാങ്പോയിലാണ്. അടുത്തത് വിഭജന കാലത്തെ ചരിത്രവും സാംസ്കാരിക സാഹിത്യ വിശേഷങ്ങളുടെയും വിർച്വൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. വിഭജനകാലം എന്ന് പറയുമ്പോൾ നമുക്ക് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ മനസ്സിൽ ഓർമ്മ വരണം. ബംഗാൾ വിഭജനം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ബംഗാളിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഈ പറഞ്ഞ കൊൽക്കത്ത നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും അല്ലെ. വിഭജന കാലത്തെ ചരിത്രവും സാംസ്കാരിക സാഹിത്യ വിശേഷങ്ങളുടെയും വിർച്വൽ മ്യൂസിയം നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി റീഡിംഗ് ലോഞ്ച് സ്ഥാപിച്ച വിമാനത്താവളമാണ് വാരണാസിയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റീഡിംഗ് ലോഞ്ച് സ്ഥാപിച്ചത്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു തിയേറ്റർ, അതായത് തിയേറ്റർ അല്ലെങ്കിൽ സിനിമ തിയേറ്റർ സ്ഥാപിച്ചത് വെച്ച് കഴിഞ്ഞാൽ അത് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവിടെ ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് റീഡിംഗ് ലോഞ്ച് സ്ഥാപിച്ച വിമാനത്താവളം ഏതാണ്? വാരണാസി വിമാനത്താവളമാണ്. അടുത്തത് ക്ലൗഡ് ടെലിഫോണി പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് KSEB ആണ് ക്ലൗഡ് ടെലിഫോണി പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ സ്ഥാപനം. അടുത്തത് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പദ്ധതി ശലഭം പദ്ധതി നവജാത ശിശുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമുണ്ട് അല്ലെ. നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പദ്ധതി എവിടെയാണ്? സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന ശലഭം പദ്ധതി. 2024 കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ കോൺഫറൻസിന്റെ വേദിയാണ് കുമരകം. എന്താ ചോദ്യം? 2024 കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ കോൺഫറൻസിന്റെ വേദിയാണ് ഇവിടെ കുമരകം. അടുത്ത ചോദ്യം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കേന്ദ്ര അനുമതി നൽകുന്ന PM ഗതിശക്തി അടുത്തിടെ അംഗീകാരം നൽകിയ കേരളത്തിലെ വിമാനത്താവളമാണ് ശബരിമല വിമാനത്താവളം എന്നുള്ളത് ഒരു അടിസ്ഥാന ആവശ്യകത തന്നെയാണ് അല്ലെ. അപ്പൊ അതിന് PM ഗതിശക്തി അടുത്തിടെ അംഗീകാരം നൽകി. ആ വിമാനത്താവളം ഏതാണ്? ശബരിമല വിമാനത്താവളം. അടുത്തത്
ഭൂമി ദേവിക്കും വനിതകൾക്കും പ്രാധാന്യം നൽകുന്ന രാജപർബ കാർഷിക ഉത്സവം. എന്താണ്? രാജപർബ കാർഷിക ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷ സംസ്ഥാനക്കാരാണെന്ത്? രാജപർബ കാർഷിക ഉത്സവം ആഘോഷിക്കുന്നത്. അടുത്തത്, ആന്റിബയോട്ടിക് മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായിട്ടുള്ള കവറുകളുടെ ഏകീകൃത നിറമാണ് നീല. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ ബഡ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കാനായി കോടതി ആരംഭിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. 2024 ഓഗസ്റ്റില് ബഡ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കാനായി കോടതി ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. അടുത്തത്, 2024 ഓഗസ്റ്റിൽ പൊട്ടിത്തെറിച്ച ഷിവേലൂച്ച് അഗ്നിപർവ്വതം. എന്താണ്? ഷിവേലൂച്ച് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ് ഷിവേലൂച്ച് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായി നിയമിതനായത് റിട്ടയർഡ് ജസ്റ്റിസ് പി ഡി രാജനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാനായിട്ട് നിയമിതനായത്. അടുത്തത്, DRDO വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് ഏതാണ്? ഗൗരവ്. ഉത്തരം ഗൗരവാണ്. ബോംബ് പൊട്ടുന്നത് വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? അങ്ങനെ ഓർത്താൽ മതി അല്ലെ? DRDO വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് ഏതാണ്? ഗൗരവാണ്. അടുത്തത്, 2024 യുവേഫ സൂപ്പർ കപ്പ് വിജയിയാണ് റയൽ മാഡ്രിഡ് ആണ് 2024 യുവേഫ സൂപ്പർ കപ്പ് വിജയി. അടുത്ത ചോദ്യം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് കൊല്ലത്താണ്. എന്താണ് ചോദ്യം? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ്. അടുത്തത്, മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരുന്നത്. അടുത്തിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിക്കും. ഉത്തരം മഹാരാഷ്ട്ര. ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ജൈവ ഗ്രാമമാണ് ദസ്പാര വില്ലേജ്. ഈ ദസ്പാര വില്ലേജ് ത്രിപുരയിലെ ദസ്പാര വില്ലേജ് ആണെന്ത്? ഇന്ത്യയിലെ ആദ്യ ജൈവ ഗ്രാമം. അടുത്തത്, ഇന്ത്യയിലെത്തിയ വ്യോമസേനയുടെ ആദ്യ എയർബസ് വിമാനം ഏത്? വ്യോമസേനയുടെ ആദ്യ എയർബസ് വിമാനമാണ് C295 ആണെന്ത്? ഇന്ത്യയിലെത്തിയ വ്യോമസേനയുടെ ആദ്യ എയർബസ് വിമാനം. അടുത്ത ചോദ്യം, കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ് കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. അടുത്തത്, US ജനപ്രതിനിധി സഭയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യ വനിതാ സ്പീക്കർ ആരാണ്? നാൻസി പെലോസിയുടെ പ്രത്യേകത എന്താണ്? UN ജനപ്രതിനിധി സഭയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യ വനിതാ സ്പീക്കറാണ് ആര്? നാൻസി പെലോസി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് എവിടെയാണ്? കോർബ ജില്ല, ഛത്തീസ്ഗഡിലെ കോർബ ജില്ല. ശ്രദ്ധിക്കുക, ഈ ചോദ്യം ലിഥിയം ഖനി നിലവിൽ വരുന്നത് എന്നാണ്. കോർബ ജില്ല, ഛത്തീസ്ഗഡ്. എന്നാൽ ലിഥിയം ശേഖരം ആദ്യമായി ഇന്ത്യ കണ്ടെത്തിയ എവിടെയാണ്? അത് ലഡാക്കിലാണ് അല്ലെ? ലിഥിയം ഖനി വരുന്നത് കോർബ ജില്ല, ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ അതിക്രമങ്ങൾക്കെതിരെ പോരാടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഒരു പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ഇത്. ജ്വാല പദ്ധതി വനിതാ പോലീസിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. എന്താണ്? അതിക്രമങ്ങൾക്കെതിരെ പോരാടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണെന്ത്? ജ്വാല പദ്ധതി. അടുത്തത്, അംബേദ്കറുടെ പേരിൽ സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് തെലങ്കാന. അംബേദ്കറുടെ പേരിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് ഇത്? തെലങ്കാന. അടുത്ത ചോദ്യം, 6ാമത് ഗ്ലോബൽ ആയുർവേദ ഉച്ചകോടിയുടെ വേദി ഏതാണ്? അങ്കമാലി. 6ാമത് ഗ്ലോബൽ ആയുർവേദ ഉച്ചകോടിയുടെ വേദി ഏതാണ്? അങ്കമാലി. അടുത്തത്, 2024 ജന്മാഷ്ടമി പുരസ്കാരം നേടിയതാരാണ്? TS രാധാകൃഷ്ണനാണ് 2024 ജന്മാഷ്ടമി പുരസ്കാരം നേടിയത്. ഇതെല്ലാം പഠിച്ചേ പറ്റുള്ളൂ. കാരണം എവിടുന്ന ചോദ്യം വരുന്ന പറയാൻ പറ്റത്തില്ല. നമ്മൾ പണ്ടൊക്കെ ഈ വളരെ പ്രസക്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ട് തള്ളിയിട്ടുണ്ട് അല്ലെ? അതൊക്കെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പണി കിട്ടിയ ഒരുപാട് പേരുണ്ട്. നമുക്കും പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യങ്ങളൊക്കെ 2-3 തവണ ആവർത്തിച്ച് വായിച്ച് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. 2024 ജന്മാഷ്ടമി പുരസ്കാരം നേടിയത്
TS രാധാകൃഷ്ണനാണ്. എന്ത് കിട്ടിയാലും പഠിക്കുക, അത്രേ ഉള്ളൂ. 2024 ഓഗസ്റ്റിൽ ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യമാണ് മലേഷ്യ. എന്താ ചോദ്യം? ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളില് പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യമാണ് മലേഷ്യ. അടുത്ത ചോദ്യം, രജിസ്റ്റേർഡ് തപാൽ സേവനങ്ങൾ, കൊറിയർ സേവനങ്ങൾ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ ചരക്ക് സേവന നികുതിയാണ് 18%. ഇപ്പൊ ഇനി മുതൽ രജിസ്റ്റേർഡ് തപാൽ സേവനങ്ങൾക്കും കൊറിയർ സേവനങ്ങൾക്കും എന്തുണ്ട്? GST ഉണ്ട് അല്ലെ? 18%. 2024 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. KS ചിത്ര ഗായിക, അതുപോലെ തന്നെ ഉത്തം സിംഗ് സംഗീത സംവിധായകൻ. അപ്പോൾ KS ചിത്ര ഗായികയ്ക്കും അതുപോലെ തന്നെ ഉത്തം സിംഗ് സംഗീത സംവിധായകനുമാണെന്ത് 2024 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത്. KS ചിത്രയ്ക്കും ഉത്തം സിംഗിനുമാണ്. അടുത്തത്, ചട്ടമ്പി സ്വാമികളുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? 171 ജന്മവാർഷികമാണ് 2024 ചട്ടമ്പി സ്വാമികളുടെ ആഘോഷിക്കുന്നത്. മേളിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഗുരുവിന്റെ 170 ജന്മവാർഷികമാണ് ആഘോഷിക്കുന്നത് അല്ലെ? ചട്ടമ്പി സ്വാമികളുടെ 171 ജന്മവാർഷികം. അടുത്തത്, ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയാണ് മിത്രശക്തി. മിത്രശക്തി എന്നത് ഇന്ത്യയും ശ്രീലങ്കയുമായിട്ടുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസമാണ്. അടുത്തത്, 2024 ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം നേടിയത് ആരാണ്? കലാമണ്ഡലം രാമചാക്യാർ. കലാമണ്ഡലം രാമചാക്യാർ, അദ്ദേഹം കൂടിയാട്ടം, ചാക്യാർകൂത്ത് ഒരു കലാകാരനാണ്. 2024 ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം നേടിയത് കലാമണ്ഡലം രാമചാക്യാർക്കാണ്. അടുത്ത ചോദ്യം, വയനാട്ടിലെ ലക്കിടിയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ശലഭം ഏതാണ്? പൊട്ടുവെള്ളാമ്പരി. എന്താണ്? പൊട്ടുവെള്ളാമ്പരി എന്നത് അപൂർവ ഇനം ശലഭമാണ്. കണ്ടെത്തിയത് വയനാട്ടിലെ ലക്കിടിയിൽ നിന്നുമാണ്. ലക്കിടിയിൽ നിന്നും, ഞാൻ ലഡാക്ക് എന്നാണ് പറഞ്ഞത് തോന്നുന്നു അല്ലെ? വയനാട്ടിലെ ലക്കിടിയിൽ നിന്നുമാണ് ഈ പൊട്ടുവെള്ളാമ്പരി എന്ന് പറയുന്ന അപൂർവ ഇനം ശലഭത്തെ കണ്ടെത്തിയത്. അടുത്തത്, കേരളത്തിലെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത് വാഴമുട്ടം ആണ്. വാഴമുട്ടം പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലമാണ്. കേരളത്തിലെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത് വാഴമുട്ടത്താണ്. വാഴമുട്ടം പത്തനംതിട്ട ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സജീവ സ്ട്രാറ്റോ വോൾക്കാനോ, അതായത് സ്ട്രാറ്റോ വോൾക്കാനോ ഏതാണ്? ഒജോസ് ഡെൽ സലാദോ. ഒജോസ് ഡെൽ സലാദോ എന്ന അഗ്നിപർവ്വതമാണെന്ത്? ലോകത്തിലെ ഏറ്റവും ഉയർന്ന സജീവമായ സ്ട്രാറ്റോ വോൾക്കാനോ. ഇത് അർജന്റീന, ചിലി അവരുടെ ബോർഡറിലാണ് കാണപ്പെടുന്നത്. എന്താ ഈ വോൾക്കാനോയുടെ പേര്? ഒജാസ് ഡെൽ സലാദോ എന്നാണ്. അടുത്തത്, കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് അവതരിപ്പിച്ച കമ്പനിയാണ് സ്പേസ് എക്സ്. സ്പേസ് എക്സ് ആണ് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് അവതരിപ്പിച്ച കമ്പനി, സ്പേസ് എക്സ്. വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് വികസിപ്പിച്ചത് എന്താണ്? വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. അടുത്തത്, പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖലയാണെന്ത്? കോവിനെറ്റ്. എന്താണ്? കോവിനെറ്റ്. പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള ലബോറട്ടറി ശൃംഖലയാണെന്ത്? കോവിനെറ്റ്. അടുത്തത്, കേരള തീരദേശ വികസന കോർപ്പറേഷൻ തയ്യാറാക്കുന്ന ഉണക്ക മത്സ്യ ബ്രാൻഡ് അറിയപ്പെടുന്ന പേരാണെന്ത്? ഡ്രഷ്. ഡ്രഷ് എന്നത് ഒരു ഉണക്ക മത്സ്യ ബ്രാൻഡാണ്. ആരാണ് വികസിപ്പിച്ചത്? കേരള തീരദേശ വികസന കോർപ്പറേഷൻ ആണ്. ഉണക്ക മത്സ്യ ബ്രാൻഡിന്റെ പേരെന്താണ്? ഡ്രഷ് എന്നാണ്. അടുത്തത്, രാജ്യത്ത് ആദ്യമായി വിക്ഷേപിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണെന്ന്? പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ആണ് റൂമി 1. റൂമി 1 രാജ്യത്ത് ആദ്യമായി വിക്ഷേപിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ആണ് ഇത്, റൂമി 1. അടുത്തത്, ഓസ്ട്രേലിയയിലെ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ആര്? ജിൻസൺ ചാൾസ്. ആരാണ്? ജിൻസൺ ചാൾസ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, അടുത്തിടെ ഏത് രാജ്യത്തെ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജിൻസൺ ചാൾസ് എന്നുള്ളത്? എവിടത്തെയാണ്? ഓസ്ട്രേലിയയിലെയാണ്. അടുത്തത്, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യ വിഭവശേഷിയും ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണെന്ത്?
വിജ്ഞാൻ ധാര പദ്ധതി. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മനുഷ്യവിഭവശേഷിയും ഗവേഷണവും വികസനവും ലക്ഷ്യമിട്ട് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത് വിജ്ഞാൻ ധാര പദ്ധതി. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായി ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായിട്ടുള്ള റിസർവ് ബാങ്കിന്റെ കേന്ദ്രീകൃത പോർട്ടലാണ് ഇത് ഉദ്ഗം പോർട്ടൽ. ഉദ്ഗം പോർട്ടൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് അവകാശികളില്ലാതെ 10 വർഷത്തിലേറെയായിട്ട് ബാങ്കിൽ കിടക്കുന്ന നിക്ഷേപങ്ങൾ അല്ലെ, അത് കണ്ടെത്തുന്നതിനായിട്ടുള്ള ഒരു പോർട്ടലാണ് ഇത് ഉദ്ഗം പോർട്ടൽ. ആരുടെയാണ്? റിസർവ് ബാങ്കിന്റെ ഒരു കേന്ദ്രീകൃത പോർട്ടലാണ് ഇത് ഉദ്ഗം പോർട്ടൽ. അടുത്തത് 2024 ഓഗസ്റ്റിൽ വിരമിച്ച പ്രശസ്തനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ആര്? ശിഖർ ധവാൻ. ശിഖർ ധവാൻ ഇന്ത്യയുടെ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു അല്ലെ, ശിഖർ ധവാൻ. അദ്ദേഹം 2024 ഓഗസ്റ്റില് വിരമിച്ചു. പ്രശസ്തനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ആര്? ശിഖർ ധവാൻ. അടുത്തത് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഡെക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. ബംഗളൂരുവിലാണ് എന്ത്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഡെക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. അടുത്തത് ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന പദവി സ്വന്തമാക്കിയ മധാപർ ഗ്രാമം എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലെ, ഗുജറാത്തിലാണ് ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്നറിയപ്പെടുന്ന മധാപർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായണന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രതിമ സ്ഥാപിച്ച നഗരം ഏതാണ്? ദയാര ഗ്രാമം, ബീഹാർ. ബീഹാറിലെ ദയാര ഗ്രാമത്തിലാണ് ജയപ്രകാശ് നാരായണന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രതിമ സ്ഥാപിച്ചത്. ദയാര ഗ്രാമം, ബീഹാർ. അടുത്തത് ഓപ്പറേഷൻ സമുദ്രഗുപ്ത എന്നത് ഏതൊക്കെ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്? നാർക്കോട്ടിക്സും അതുപോലെ ഇന്ത്യൻ നേവിയും. നാർക്കോട്ടിക്സും ഇന്ത്യൻ നേവിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. അതായത് സമുദ്രത്തിൽ കൂടെ കടന്നു വരുന്ന, അതായത് കടൽ മാർഗം കടന്നു വരുന്ന ഈ പറഞ്ഞ മയക്കുമരുന്ന് അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ തടയാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ആരൊക്കെയാണ് നടപ്പിലാക്കുന്നത്? നാർക്കോട്ടിക്സും അതുപോലെ ഇന്ത്യൻ നേവിയും സംയുക്തമായാണ്. അടുത്തത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന മികച്ച രീതിയിൽ നടപ്പാക്കുന്നതിനായി ദേശീയ അവാർഡ് നേടിയ സംസ്ഥാനമാണ് ഇത് കർണാടക. അപ്പൊ കർണാടക സർക്കാർ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന മികച്ച രീതിയിൽ നടപ്പിലാക്കി, അതുകൊണ്ട് അവർക്ക് ദേശീയ അവാർഡ് കൊടുത്തു. ഏത് സംസ്ഥാനക്കാർക്ക് കിട്ടി? കർണാടകക്കാർക്കാണ് ലഭിച്ചത്. അടുത്തത് 2024 പെൻ പിന്റർ പ്രൈസ് നേടിയ വ്യക്തിയാണ് ആര്? അരുന്ധതി റോയ്. 2024 പെൻ പിന്റർ പ്രൈസ് നേടിയ വ്യക്തിയാണ് ആര്? അരുന്ധതി റോയ്. അതുപോലെ തന്നെ ഡിസ്റ്റർബിംഗ് പീസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് US ബേസ് ചെയ്തിട്ടുള്ള ഒരു അവാർഡ് ഇവർക്ക് കിട്ടിയെന്ന് നമ്മൾ തൊട്ടുമേളിൽ പഠിച്ചിരുന്നു അല്ലെ, അരുന്ധതി റോയ്ക്ക് അല്ലെ. ഇപ്പോഴത്തെ ചോദ്യം എന്താണ്? 2024 പെൻ പിന്റർ പ്രൈസ് നേടിയ വ്യക്തിയും ആര് തന്നെയാണ്? നമ്മുടെ അരുന്ധതി റോയ് തന്നെയാണ്. അടുത്തത് കേരളത്തിൽ പുതിയ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിൽ പുതിയ റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. അടുത്തിടെ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹ്യൂസ്റ്റൺ, അതായത് ടെക്സാസ്, അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലാണ് ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. അടുത്തത് കേരള ലോകായുക്തയായി നിയമിതനായത് ആരാണ്? കേരള ലോകായുക്ത ആരാണ്? കെ അനിൽകുമാർ. കെ അനിൽകുമാർ ആണെന്ത് കേരള ലോകായുക്ത. അടുത്തത് കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതയാകുന്നത് ആരാണ്? ശാരദാ മുരളീധരനാണ്. ശാരദാ മുരളീധരൻ 48ാമത്തെ നമ്മുടെ വേണു അല്ലെ, വേണു, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് ആര്? ശാരദാ മുരളീധരൻ. 48ാമത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണുവിന്റെ സഹധർമ്മിണിയാണ് ആര്? ശാരദാ മുരളീധരൻ. അപ്പൊ ശാരദാ മുരളീധരൻ നിലവിലെ കേരളത്തിന്റെ 49ാമത്തെ ചീഫ് സെക്രട്ടറി. അടുത്തത് കേരള സംഗീത നാടക അക്കാദമിയുടെ 2023-24 മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള അവാർഡ് നേടിയതാരാണ്? ബൈജു ചന്ദ്രനാണ്. ബൈജു ചന്ദ്രൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ 2023-24 മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള അവാർഡ് നേടിയത് ബൈജു ചന്ദ്രനാണ്. അടുത്തത് 2024 ഓഗസ്റ്റിൽ അന്തരിച്ച കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും അതുപോലെ പ്രമുഖ ശാസ്ത്ര സാഹിത്യകാരനുമായ വ്യക്തി ആരാണ്? ടി കെ കൊച്ചുനാരായണനാണ്. ടി കെ കൊച്ചുനാരായണൻ. ടി കെ കൊച്ചുനാരായണൻ എന്താണ്? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ അതുപോലെ പ്രമുഖ ശാസ്ത്ര സാഹിത്യകാരനുമായ വ്യക്തിയുമായിരുന്നു ആര്?
TK കൊച്ചുനാരായണൻ. അടുത്ത ചോദ്യം, സാമൂഹിക സാംസ്കാരിക സേവന മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത് ഹരീഷ് കുമാറിനാണ്. ഹരീഷ് കുമാറിനാണ് എന്ത് ലഭിച്ചത്? മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയും ഏലത്തിന്റെ ഉൽപാദനവും വർദ്ധിപ്പിക്കുവാനായിട്ട് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയാണ് ഏത്? സ്പൈസ്ഡ്. എന്താണ് പദ്ധതിയുടെ പേര്? സ്പൈസ്ഡ് പദ്ധതി അല്ലെ? എന്താണ്? സുഗന്ധവ്യഞ്ജനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയും അതുപോലെ ഏലത്തിന്റെ ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയാണ് സ്പൈസ്ഡ് പദ്ധതി. സ്പൈസ്ഡ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇറ്റാനഗർ. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തത്. ഇറ്റാനഗർ, അരുണാചൽ പ്രദേശ്. അടുത്തത്, സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 88 വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. ഓപ്പറേഷൻ സുതാര്യത ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിജിലൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വില്ലേജ് ഓഫീസുകൾ അല്ലെ? വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ റെയ്ഡാണ് എന്ത്? ഓപ്പറേഷൻ സുതാര്യത എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത്, വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയ കവിതയാണെന്ത്? ഉറ്റവർ. ഉറ്റവർ എന്ന കവിത വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് വയനാട് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാണ് ഈ കവിത എഴുതിയത്? ഉറ്റവർ എന്ന കവിത കവി പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മയുടെ കവിതയാണെന്ത്? ഉറ്റവർ. അടുത്തത്, വനം കുറ്റകൃത്യങ്ങൾ തടയാൻ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയാർ പദ്ധതി. ഹാരിയാർ പദ്ധതി. വനമൊക്കെ ഭയങ്കര ഹരിതഭമല്ലേ? അപ്പം ഹാരിയാർ പദ്ധതി വനം വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അല്ലെ? അടുത്തത്, അങ്ങനെ ഓർത്തിരിക്കുക. അടുത്തത്, ഇന്ത്യയുടെയും മംഗോളിയയുടെയും സംയുക്ത സൈനിക അഭ്യാസം. നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ് ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സൈനിക അഭ്യാസം. എന്താണ്? നൊമാഡിക് എലിഫന്റ്. നൊമാഡിക് എലിഫന്റ് എന്ന പേരിലുള്ള സൈനിക അഭ്യാസം ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും മംഗോളിയയും തമ്മിലാണ്. അടുത്തത്, കർഷകരെ സഹായിക്കാൻ കൃഷിയിടങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനം. കുടുംബശ്രീയും ഡ്രോൺ കൊണ്ടുവരുന്നു. കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനമാണ് ഡ്രോൺ ശ്രീ. എന്താണ്? ഡോൺ ശ്രീ എന്ന ഡ്രോൺ സംവിധാനം കൊണ്ടുവന്നത് കുടുംബശ്രീയാണ്. കർഷകരെ സഹായിക്കാൻ കൃഷിയിടങ്ങളിൽ ഏർപ്പെടുത്തുന്ന ഒരു ഡ്രോൺ സംവിധാനമാണ് എന്ത്? ഡ്രോൺ ശ്രീ. ആരാണ് കൊണ്ടുവന്നത്? കുടുംബശ്രീയാണ്. കുടുംബശ്രീ. അടുത്ത ചോദ്യം, ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 ആണ് ദേശീയ കായിക ദിനം. അടുത്തത്, കേന്ദ്ര വ്യാവസായിക സുരക്ഷാ സേന, അതായത് CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ്. പരീക്ഷയ്ക്ക് കേന്ദ്ര വ്യാവസായിക സുരക്ഷാ സേന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോലെ. അത് തന്നെയാണ് എന്താ? CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. അതായത് CISFന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? രജ്വീന്ദർ സിംഗ് ആണ്. ആരാണ്? രജ്വീന്ദർ സിംഗ് ആണ്. രജ്വീന്ദർ സിംഗ് ആണ് CISFന്റെ പുതിയ ഡയറക്ടർ ജനറൽ. അടുത്തത്, BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ മേധാവി ആരാണ്? BSFന്റെ ദൽജിത്ത് സിംഗ് ആണ്. ദൽജിത്ത് സിംഗ് BSFന്റെ മേധാവി. CISFന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? രജ്വീന്ദർ സിംഗ്. BSFന്റെ ആരാണ്? ദൽജിത്ത് സിംഗ്. BSFന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ മേധാവി ആരാണ്? ദൽജിത്ത് സിംഗ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്ന വിമാനത്താവളം ഏതാണ്? കൊച്ചി രാജ്യാന്തര വിമാനത്താവളം അഥവാ സിയാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വരുന്ന വിമാനത്താവളമാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി നിയമിതനായ ആരാണ്? സതീഷ് കുമാറാണ്. സതീഷ് കുമാറാണ് റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും. അടുത്തത്, 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും നിയമജ്ഞനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് ആര്? AG നൂറാനി. വളരെ ഇമ്പോർട്ടന്റ് ആണ് AG നൂറാനി. അദ്ദേഹം ഭരണഘടനാ വിദഗ്ധനും നിയമജ്ഞനും അതുപോലെ എഴുത്തുകാരനുമായിരുന്നു. ആര്? AG നൂറാനി. അടുത്തത്, 2024 നടക്കുന്ന 17ാമത് പാരാലിമ്പിക്സിന് വേദിയാകുന്നത് അത് പാരീസ് തന്നെയാണ്. പാരീസ്, ഫ്രാൻസിലാണ് 17ാമത് പാരാലിമ്പിക്സിന് വേദിയാകുന്നത്. പാരീസ്, ഫ്രാൻസ്. അടുത്ത ചോദ്യം, അയ്യങ്കാളിയുടെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ഓഗസ്റ്റ് 28 ആചരിച്ചത്? 161. എത്രയാണ്? 161. നമ്മൾ ഗുരുവിന്റെ പറഞ്ഞു 2024 170, ചട്ടമ്പിസ്വാമികളുടെ പറഞ്ഞു 171. ഇപ്പോൾ അയ്യങ്കാളിയുടെയും ജന്മവാർഷികം പറയുന്നു 2024. എത്രയാണ്? 161. അടുത്തത്, മഹാകവി T. ഉബൈദ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? K. സച്ചിദാനന്ദനാണ്. K. സച്ചിദാനന്ദനാണ് മഹാകവി T. ഉബൈദ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. K. സച്ചിദാനന്ദൻ. അടുത്തത്, മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള ആദ്യ സ്വകാര്യ ദൗത്യം. ബഹിരാകാശത്ത് എത്തിക്കാനല്ല, ബഹിരാകാശത്ത്
നടത്തിക്കാനുള്ള ആദ്യ സ്വകാര്യ ദൗത്യമാണ് പൊളാരിസ്. എന്താണ് പൊളാരിസ് ദൗത്യം? മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള ആദ്യ സ്വകാര്യ ദൗത്യമാണെന്ത്? പൊളാരിസ്. അടുത്തത്, കലാപത്തെ തുടർന്ന് പ്രക്ഷുബ്ധമായ ബംഗ്ലാദേശിന് പകരം T20 വനിത, അതായത് വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയായിട്ട് മാറിയ രാജ്യമാണ് UAE. UAEയിലാണ് ഈ 2020 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നടക്കാൻ പോകുന്നത്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ബംഗ്ലാദേശാണ് വേദി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നത്, അത് മാറ്റി പഠിക്കണം. ഇനി വനിതാ 2020 വനിതാ ലോകകപ്പ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? UAEയിലാണ്. UAEയിൽ. അടുത്ത ചോദ്യം, യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്തത്, NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായതാരാണ്? MD വാസുദേവൻ നായർ. MD വാസുദേവൻ നായരാണ് NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായത്. MD വാസുദേവൻ നായർ. അടുത്ത ചോദ്യം, സൗരോർജ വൈദ്യുതി പകൽ ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിട്ട് രാത്രി ഉപയോഗിക്കുന്നതിനായി KSEB ആരംഭിക്കുന്ന പദ്ധതിയാണ് ഇത്. ബസ് പദ്ധതി. എന്താണ്? സൗരോർജ വൈദ്യുതി പകൽ ശേഖരിക്കും എന്നിട്ട് രാത്രി ഉപയോഗിക്കും. അങ്ങനെ KSEBയുടെ ഒരു പദ്ധതിയാണ് ഏത്? ബസ് പദ്ധതി. ബസ് പദ്ധതി. അടുത്തത്, 2024 ഓഗസ്റ്റില് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ആര്? ജയ് ഷാ. ജയ് ഷാ ഇന്ത്യക്കാരനാണ്. നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ മകനും കൂടിയാണ് ആര്? ജയ് ഷാ. എന്താ പ്രത്യേകത? അദ്ദേഹം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിരുന്നു. ഇപ്പൊ എന്താണ്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ICCയുടെ ചെയർമാനായി ആര്? ജയ് ഷാ. അടുത്ത ചോദ്യം, സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതേതര തത്വങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് പ്രഖ്യാപിച്ച കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. എന്താണ് ചോദ്യം? സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതേതര തത്വങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് പ്രഖ്യാപിച്ച കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. അടുത്തത്, പഠന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണെന്ത്? ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതി. ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതി. എന്താണ്? പഠന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനായിട്ട് സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണെന്ത്? ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതി. അടുത്തത്, ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്ന മലയാളി വനിതാ താരങ്ങൾ ആരൊക്കെയാണ്? ലോകകപ്പ് ക്രിക്കറ്റില് 2 മലയാളികൾ ഇടം നേടി വനിതാ താരങ്ങൾ ആരൊക്കെയാണ്? സജന സജീവനും അതുപോലെ ആശാ ശോഭനയും. സജന സജീവൻ വയനാട് സ്വദേശിനിയാണ്. അതുപോലെ ആശാ ശോഭന തിരുവനന്തപുരം സ്വദേശിനിയാണ്. എന്താ പ്രത്യേകത? ലോകകപ്പ് ക്രിക്കറ്റിനുള്ള വനിതാ ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്ന മലയാളി വനിതാ താരങ്ങൾ ആരൊക്കെയാണ്? സജന സജീവൻ അതുപോലെ ആശാ ശോഭനയുമാണ്. അടുത്ത ചോദ്യം, ഈ പോസ്റ്റ് വഴി കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പദ്ധതിയിട്ട ആദ്യ ഹൈക്കോടതി, അത് കേരള ഹൈക്കോടതിയാണ്. ഈ പോസ്റ്റ് വഴി കക്ഷികൾക്ക് നോട്ടീസ് അയക്കുവാൻ പദ്ധതിയിട്ട ആദ്യ ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് നമ്മുടെ ജോർജ് കുര്യൻ. ജോർജ് കുര്യനെ നോമിനേറ്റഡ് കാൻഡിഡേറ്റ് ആയിരുന്നു അല്ലേ? അദ്ദേഹത്തെ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം നിലവില് കേന്ദ്ര മന്ത്രിസഭയില് ന്യൂനപക്ഷ ക്ഷേമം, മൃഗസംരക്ഷണം അതുപോലെ ഫിഷറീസ് വകുപ്പുകളുടെ സഹമന്ത്രിയാണ്. ആര്? ജോർജ് കുര്യൻ. അദ്ദേഹത്തെ എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശിൽ നിന്നാണ്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സംവിധായകൻ ആരാണ്? മോഹനാണ് അന്തരിച്ച മലയാള സംവിധായകൻ. എന്താണ് പ്രത്യേകത നോക്കാം. അദ്ദേഹം 1978 വാടക വീട് എന്ന സിനിമയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായത്. ഏത് സിനിമയിലൂടെയാണ്? വാടക വീട് എന്ന സിനിമയിലൂടെയാണ്. 2 പെൺകുട്ടികൾ അതുപോലെ ശാലിനി, എന്റെ കൂട്ടുകാരി, വിട പറയും മുമ്പേ, ഇളക്കങ്ങൾ തുടങ്ങിയവയാണ് സംവിധാനം ചെയ്ത പ്രശസ്ത സിനിമകൾ. ഏതൊക്കെയാണ്? 2 പെൺകുട്ടികൾ, ശാലിനി, എന്റെ കൂട്ടുകാരി, വിട പറയും മുമ്പേ, ഇളക്കങ്ങൾ തുടങ്ങിയവയാണ് മോഹൻ എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത പ്രശസ്ത സിനിമകൾ. അതുപോലെ 2005 റിലീസ് ചെയ്ത ക്യാമ്പസ് ആണ് അവസാന ചിത്രം. 2005 റിലീസ് ചെയ്ത ക്യാമ്പസ് ആണ് സംവിധായകനായ അന്തരിച്ച സംവിധായകൻ മോഹന്റെ അവസാന ചിത്രം. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ ആപ്പിളിന്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അതായത് CFO ആയി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ആര്? കേവൻ പരേഖ്. കേവൻ പരേഖിന്റെ പ്രത്യേകത എന്താണ്?
ആപ്പിളിന്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിതനായ ഇന്ത്യക്കാരൻ. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രകാശനം ചെയ്ത ഈ മാഗസിൻ. എന്താണ് ഈ മാഗസിൻ? അതിന്റെ പേരാണ് സപ്നോ കി ഉഡാൻ. സപ്നോ കി ഉഡാൻ എന്ന പേരിൽ ഈ മാഗസിൻ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രകാശനം ചെയ്തു. എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ചാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ ഈ മാഗസിൻ പ്രകാശനം ചെയ്തത്. എന്താണ് ഈ മാഗസിന്റെ പേര്? സപ്നോ കി ഉഡാൻ. സപ്നോ കി ഉഡാൻ എന്നത് ഈ മാഗസിനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രകാശനം ചെയ്ത മാഗസിനാണെന്ത്? സപ്നോ കി ഉഡാൻ. 2024 ഓഗസ്റ്റിൽ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും സിഇഒയുമായി നിയമിതനായത് ആരാണ്? റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും സിഇഒയുമായി നിയമിതനായത് ആരാണ്? സതീഷ് കുമാർ. അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ്? റെയിൽവേ ബോർഡിന്റെ ചരിത്രത്തിൽ തന്നെ ചെയർമാൻ സ്ഥാനത്തെത്തുന്ന പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് സതീഷ് കുമാർ. എന്താണ്? റെയിൽവേ ബോർഡിന്റെ ചരിത്രത്തിൽ നിന്ന് ചെയർമാൻ സ്ഥാനത്തെത്തുന്ന പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ആര്? സതീഷ് കുമാർ. അദ്ദേഹം നിലവിലെ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും സിഇഒയുമാണ്. ആര്? സതീഷ് കുമാർ. അടുത്തത്, നൂതന പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ, അതായത് പാറ്റ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ 2024 സുവർണ പുരസ്കാരം കരസ്ഥമാക്കിയ നമ്മുടെ കേരള ടൂറിസം ആണ്. കേരള ടൂറിസം. എന്തുവാ ചോദ്യം? നൂതന പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ, അതായത് പാറ്റ, അവരുടെ 2024 സുവർണ പുരസ്കാരം കരസ്ഥമാക്കിയത് കേരള ടൂറിസം ആണ്. അടുത്ത ചോദ്യം, 2024 ഓഗസ്റ്റിൽ നാസ്കോം ചെയർപേഴ്സണായി നിയമിതനായ മലയാളിയാണ് ആര്? സിന്ധു ഗംഗാധരൻ. എന്താണ് നാസ്കോം? ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ സേവന കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണെന്ത്? ഈ നാസ്കോം എന്ന് പറയുന്നത്. ഈ നാസ്കോമിന്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായ മലയാളി ആരാണ്? സിന്ധു ഗംഗാധരൻ. സിന്ധു ഗംഗാധരൻ. അടുത്ത ചോദ്യം, കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ നിലവിൽ വരുന്ന പുതിയ 5 ജില്ലകൾ കൂടി ലഡാക്കിൽ നിലവിൽ വരുന്നു. അപ്പൊ അത് താഴെ തന്നിട്ടുള്ളവയില് ലഡാക്കിൽ പുതുതായിട്ട് വന്ന ജില്ലകളിൽ പെടാത്ത ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് പെടാതിരിക്കാൻ വേണ്ടി ഇത് പഠിക്കണം. ഏതൊക്കെയാണ്? സാൻസ്കർ, അതുപോലെ ഡ്രാസ്, പിന്നെ ഷാം, ന്യൂബ്ര, അതുപോലെ തന്നെ ചാങ് തങ്. ഇങ്ങനെ 5 ജില്ലകൾ. ഏതൊക്കെയാണ്? സാൻസ്കർ, ദ്രാസ്, ഷാം, ന്യൂബ്ര, ചാങ് തങ്. ഇങ്ങനെ 5 ജില്ലകൾ. നിലവില് ലേ, കാർഗിൽ എന്നിങ്ങനെ 2 ജില്ലകളാണ് ലഡാക്കിലുള്ളത്. ഇതിനു പുറമെ 5 ജില്ലകൾ കൂടി നിലവിൽ വന്നു. സാൻസ്കർ, ഡ്രാസ്, ഷാം, ന്യൂബ്ര, ചാങ് തങ്. അടുത്ത ചോദ്യം, ലോക തിമിംഗല സ്രാവ് ദിനം ഓഗസ്റ്റ് 30. ലോക തിമിംഗല സ്രാവ് ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ആവനി ലേഖറയാണ്. അല്ലെ? ആവനി ലേഖറയാണ് പാരാലിമ്പിക്സ് താരമാണ്. പാരാലിമ്പിക്സില് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസില് ഷൂട്ടിങ്ങില് സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ആര്? ആവനി ലേഖറ. അതായത് 2024 പാരാലിമ്പിക്സില് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങില് സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ആര്? ആവനി ലേഖറ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 80,000 കോടി രൂപയുടെ വിപണി മൂല്യം നേടുന്ന ആദ്യ കേരള കമ്പനി. 80,000 കോടി രൂപയുടെ വിപണി മൂല്യം നേടുന്ന ആദ്യ കേരള ബേസ്ഡ് കമ്പനിയാണ് ഏത്? മുത്തൂറ്റ് ഫിനാൻസ്. ഏതാണ്? മുത്തൂറ്റ് ഫിനാൻസ്. അടുത്തത്, 2024 ഓഗസ്റ്റിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, അതായത് NSGയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരാണ് നിയമിതനായത്? ബി ശ്രീനിവാസനാണ്. 2024 ഓഗസ്റ്റില് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ NSGയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത്. അടുത്തത്, ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ വിജയിയായത് ആരാണ്? ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രി ആണ്. അതിൽ വിജയിയായത് ലാൻഡോ നോറിസ് ആണ്. ഇദ്ദേഹം ബ്രിട്ടൻ പൗരനാണ്. ലാൻഡോ നോറിസ്. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ വിജയിയായത് ആരാണ്? ലാൻഡോ നോറിസ്. ആരാണ്? ലാൻഡോ നോറിസ്. ലാൻഡോയുടെ ഡോ വെച്ചിട്ട് ഡച്ച് ഗ്രാൻഡ് പ്രി നമുക്ക് പിടിക്കാം. ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ വിജയിയായത് ലാൻഡോ നോറിസ്. ഓക്കെ. അടുത്തത്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് 2024 വേദിയാണ് തിരുവനന്തപുരം. എന്താണ്? കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ
അതായത് KFCയുടെ സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് 2024 വേദിയാണ് ഏത്? തിരുവനന്തപുരം. ഓക്കെ. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരങ്ങൾ ആരൊക്കെയാണ്? ഭാഗ്യശ്രീ ജാദവ്, അതുപോലെ സുമിത് ആൻഡിൽ. ഇനി ഭാഗ്യശ്രീ ജാദവ് ഷോട്ട് പുട്ട് താരമാണ്, സുമിത് ആൻഡില് ജാവലിൻ ത്രോ താരമാണ്. അപ്പം ഭാഗ്യശ്രീ ജാദവും സുമിത് ആൻഡിലുമാണ് എന്ത്? 2024 പാരീസ് പാരാലിമ്പിക്സ് ആണ്. പാരാലിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലെ മാർച്ച് പാസ്റ്റില് ഇന്ത്യൻ പതാക ഏന്തിയ താരങ്ങളാണ് ഭാഗ്യശ്രീ ജാദവ്, അതുപോലെ സുമിത് ആൻഡില് ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഭാഗ്യശ്രീ ജാദവ് ഷോട്ട് പുട്ടുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സത്യപ്രകാശ് സാങ്വാനാണ്. എന്താണ്? സത്യപ്രകാശ് സാങ്വാനെയാണ് പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത അവസാന ചോദ്യം, ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബാലവേലയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം തെലങ്കാനയാണ്. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബാലവേലയുള്ള സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? തെലങ്കാനയാണ്. തെലങ്കാനയാണ് ഏറ്റവും കൂടുതൽ ബാലവേലയുള്ളതെന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉള്ള തൊട്ട് മുമ്പുള്ള ഓഗസ്റ്റ് മാസത്തിന്റെ ഒരു പാർട്ട് 1 കൂടിയുണ്ട്. അതും ഈ ഒരു ക്ലാസ്സിന്റെ കൂടെ ചേർത്ത് പഠിച്ച് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ക്ലാസ്സുകൾ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ചാനൽ അതുപോലെ നമ്മുടെ ക്ലാസ്സുകളുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൂടി നമ്മുടെ ചാനലിന്റെ ഭാഗമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു.